നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വാട്സപ്പിൽ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് മെസ്സേജിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് കോൺടാക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ മുകളിൽ ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യേണ്ട ആൾക്കാരെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യണം. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവുന്നതായിരിക്കും. ഇതുപോലെ ബാക്കിയുള്ളവരെയും ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ 2 കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ടോട്ടൽ ഇതുപോലെ 1023 പേരെ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആഡ് ചെയ്യേണ്ടവരെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കണം. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓഫാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടൈം കഴിഞ്ഞാൽ മെസ്സേജസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 24 മണിക്കൂർ, 7 ദിവസം, 90 ദിവസം. അതായത് ഇപ്പം 24 മണിക്കൂർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വന്ന മെസ്സേജസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. എന്തായാലും അത് ഓഫ് ചെയ്ത് വെക്കുക. അത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്തായാലും അത് കഴിഞ്ഞാൽ താഴെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റിംഗ് ഗ്രൂപ്പ് എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 3 പേരുള്ള ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ മുകളിൽ പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് പാർട്ടിസിപ്പൻസ് ആരൊക്കെ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിലോട്ട് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ മെമ്പേഴ്സിൻ്റെ പേര് കാണിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ആഡ് പാർട്ടിസിപ്പൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോൺടാക്ട്സിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൽ നമുക്ക് കൂടുതൽ പേരെ ഇനിയും സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് കോൺടാക്ട്സിനെയാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ അടിച്ചാൽ മതി. അവർ ഈ ഗ്രൂപ്പിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.